അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഇക്വലിബ്രിയത്തിനെ കുറിച്ച് സംസാരിക്കാൻ പോകും. ഇക്വലിബ്രിയം ആൻഡ് ടി സ്പോട്ട്, ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ക്യാൻഡിൽ 3 ട്രേഡിങ്ങിൽ നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഐറ്റംസ് ആണ്. ഓക്കെ, ഫസ്റ്റ് വണ് നമുക്ക് ക്യാൻഡിൽസിൻ്റെ അനാട്ടമി ജസ്റ്റ് ഒന്ന് പഠിക്കാം. നമുക്ക് മാർക്കറ്റിൽ 2 ടൈപ്പ് ക്യാൻഡിൽസ് ആണുള്ളത്. ഓക്കെ, ഞാൻ ബേസിക് ആയിട്ടുള്ളതാണ് പറയുന്നത്. മാർക്കറ്റിൽ ഒരുപാട് ടൈപ്പ് ക്യാൻഡിൽസ് ഉണ്ട്. ഓക്കെ, നമ്മൾ നോക്കുന്ന ക്യാൻഡിൽ ഇപ്പം നമ്മളുടെ സ്ട്രാറ്റജിയിൽ തന്നെ പറയുന്ന ക്യാൻഡിൽസ് എന്ന് പറഞ്ഞാൽ റിജക്ഷൻ ക്യാൻഡിലും മറ്റൊന്ന് എക്സ്പാൻഷൻ ക്യാൻഡിലും ആണ് അല്ലേ. ഒന്ന് എക്സ്പാൻഷൻ ക്യാൻഡിലും. ഈ 2 ക്യാൻഡിലും നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുന്ന പരിപാടിയാണ് ഇക്വലിബ്രിയം ഓർ ടി സ്പോട്ട് അല്ലെങ്കിൽ പ്ലസ് ടി സ്പോട്ട് എന്ന് പറയുന്ന പരിപാടി. ഓക്കെ, ഫസ്റ്റ് ഞാൻ പോകുന്നത് നമ്മൾ എങ്ങനെയാണ് ഇക്വലിബ്രിയം വരയ്ക്കുന്നത് എന്നാണ് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്യാൻ ബോക്സ് ആണ്. ഇതൊരു ഗ്യാൻ ബോക്സ് ആണ്. ഈ ഗ്യാൻ ബോക്സിനെ നമുക്ക് ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അതിൻ്റെ സെറ്റിങ്സ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ വരുമ്പോൾ നമുക്ക് 0-ൽ 1-ൽ 0.5-ൽ നമ്മൾ ചെക്ക് ചെയ്യുന്നു. നമുക്ക് ഇഷ്ടമുള്ള കളറ് നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നു. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എത്ര ഓപ്പോസിറ്റ് വേണോ അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ബാക്കി കാര്യങ്ങളൊന്നുമില്ല, ബാക്കിയൊക്കെ നമ്മൾ അൺചെക്ക് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഒരു ഗ്യാൻ ബോക്സിൻ്റെ നമുക്ക് വരുന്ന സെറ്റിങ്സ്. അപ്പോൾ ഈ ഒരു ഗ്യാൻ ബോക്സ് വരച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇക്വലിബ്രിയം മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്യാൻഡിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് റിജക്ഷൻ ക്യാൻഡിൽ. ഇതാണ് ഒരു റിജക്ഷൻ ക്യാൻഡിൽ. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതായത് ഒരു കീ ഏരിയയിൽ നിന്നും റിജക്റ്റ് ചെയ്ത് താഴേക്ക് നിൽക്കുന്ന ഒരു ക്യാൻഡിലാണ് ഈ ഒരു റിജക്ഷൻ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ അല്ലേ. ഒരു കീ ഏരിയയിൽ നിന്നും ലിക്വിഡിറ്റിയെ സ്വീപ്പ് ചെയ്തിട്ട് റിജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ക്യാൻഡിലാണ് റിജക്ഷൻ ക്യാൻഡിൽ. ഒരു ക്യാൻഡിലിൻ്റെ അനാട്ടമി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതൊരു ബെയറിഷ് ക്യാൻഡിലാണ് അല്ലേ. ഈ ബെയറിഷ് ക്യാൻഡിൽ എങ്ങനെയാണ്? അതായത് ഇവിടെ ഓപ്പൺ ആയിട്ട് ഹൈയിലേക്ക് ട്രേഡ് ചെയ്ത് ഏതെങ്കിലും ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് താഴേക്ക് വന്ന് ഒരു ഹൈ മേക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ക്ലോസ് ആവും. ഇതെന്താണ്? ഇത് ഓപ്പണ്, ഇത് ലോ മേക്ക് ചെയ്തിട്ട് ക്ലോസ് ആവും. ഇതാണ് ഒരു ക്യാൻഡിലിൻ്റെ അനാട്ടമി എന്ന് പറയുന്നത്, ഒരു റിജക്ഷൻ ക്യാൻഡിലിൻ്റെ അനാട്ടമി. ഈ റിജക്ഷൻ ക്യാൻഡിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ബോഡിയിൽ ട്രേഡിങ് നടന്ന വോളിയത്തിനെക്കാട്ടി കൂടുതൽ ട്രേഡ് നടന്നത് ഈ ഏരിയയിലാണ്. വീഡിയോ, അതായത് ഇവിടെ ഇതൊരു സെല്ലർ പുഷ് ക്യാൻഡിലാണ്. ഇതൊരു താഴോട്ടല്ലേ ക്ലോസ് ആയിരിക്കും, ഇതൊരു സെൽ പുഷ് ക്യാൻഡിലാണ്. അപ്പോൾ ഇവിടുത്തെ സെല്ലേഴ്സ് റിജക്ഷൻ ആവാനുള്ള സെല്ലേഴ്സിൻ്റെ ടെറിട്ടറി എന്ന് പറയുന്നത് ഈ ഒരു റിജക്ഷൻ ബ്ലോക്ക് ആണ് അല്ലേ. ഇവിടെ ഒരു റിജക്ഷൻ ബ്ലോക്ക് ഉണ്ട്. നമ്മൾ ഓൾറെഡി സംസാരിച്ച കാര്യമാണ്. ഇവിടെ ഒരു റിജക്ഷൻ ബ്ലോക്ക് ഉണ്ട്. ഈ റിജക്ഷൻ ബ്ലോക്കിലാണ് കൂടുതൽ ട്രേഡുകൾ നടന്നിട്ടുള്ളത്. കാരണം എന്താണ്? ഈ ക്യാൻഡിൽ ശ്രമിച്ചിരിക്കുന്നത് മുകളിലേക്ക് ബയേഴ്സ് പുഷ് ചെയ്ത് കൊണ്ടുപോയിട്ട് അവർ ഫെയിലായിട്ട് സെല്ലേഴ്സ് തള്ളി താഴെ കൊണ്ട് ക്ലോസ് ആക്കിയ ഒരു ഇതിലാണ്. അപ്പോൾ ഈ ക്യാൻഡിൽ എന്താണ്? റിജക്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വലിബ്രിയം വരയ്ക്കുമ്പോൾ എവിടെയായിരിക്കും വരയ്ക്കുന്നത്? ഇവിടെ ഏറ്റവും കൂടുതൽ ട്രേഡിങ് നടന്നിട്ടുള്ളത് എവിടെയാണ്? ഇവിടെ ട്രേഡ് നടന്നിട്ടുള്ളത് റിജക്ഷൻ ബ്ലോക്കിലാണ്. അപ്പം നമുക്ക് അടുത്തൊരു റിജക്ഷൻ ചാൻസ് ഉള്ളത് എവിടെ നിന്നാണ്? റിജക്ഷൻ ബ്ലോക്കിൽ നിന്ന് അല്ലേ. അപ്പോൾ നമ്മൾ റിജക്ഷൻ ബ്ലോക്കിൽ നമ്മൾ നമ്മുടെ ഇക്വലിബ്രിയം വരയ്ക്കണം. ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞു, ഇക്വലിബ്രിയം നമ്മൾ എന്തിനാണ് വരയ്ക്കുന്നത്? ഇക്വലിബ്രിയത്തിൻ്റെ ഈ 50%ന് മുകളിലേക്ക് പ്രൈസ് ട്രേഡ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെക്ടേഷൻ എന്താണ്? അടുത്ത ക്യാൻഡിൽ ഒരു
ഒരു ഡൗൺ സൈഡ് ക്യാൻഡിൽ. കാരണം ഇതൊരു 4 hour ക്യാൻഡിലാണെന്ന് നിങ്ങൾ വിചാരിച്ചു. ഇത് താഴേക്ക് അടുത്ത ക്യാൻഡിൽ താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു ക്യാൻഡിലാണിത്. ഓക്കെ, പക്ഷേ പ്രൈസ് എവിടെയെങ്കിലും ഒരിടത്ത് ഓപ്പൺ ആയി, അതിനുശേഷം ട്രേഡ് ഹയർ ഇവിടെ വന്നിട്ട് ഏതെങ്കിലും ഒരു POI, ഇവിടുത്തെ ഏതെങ്കിലും ഒരു POIയിൽ മിറ്റിഗേറ്റ് ചെയ്തിട്ട് അവിടെ റെസ്പെക്ട് ചെയ്തിട്ട് നേരെ ക്യാൻഡിൽ താഴേക്ക് വരണം. അതേസമയം ഈ POI ഡിസ്റെസ്പെക്ട് ചെയ്ത് ഇത് മുകളിലേക്ക് ട്രേഡ് ചെയ്ത് പോകുമെന്ന് വെച്ചു. ഓക്കെ, മുകളിലേക്ക് ട്രേഡ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? ഈ നമ്മളുടെ സെറ്റപ്പ്, നമ്മൾ സെല്ലിലേക്ക് നോക്കിയ സെറ്റപ്പ് ഇൻവാലിഡ് ആണ്. എന്താണ്? സെല്ലിലേക്ക് നോക്കിയ ക്യാൻഡിൽ ഇൻവാലിഡ് ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു ട്രേഡിൽ നിന്ന് മാറിയിക്കുക. ഓർ മുകളിലേക്ക് പോയിട്ട് ഏതെങ്കിലും ഒരു CAST സ്ട്രോങ് കൺഫർമേഷൻ തരാതെ നമ്മൾ ഈ ഒരു ട്രേഡിനെ പറ്റി ചിന്തിക്കേണ്ട. വി ക്യാൻ ഡിസൈഡ് എ ട്രേഡ് ഇൻ എ നെക്സ്റ്റ് ക്യാൻഡിൽ. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മുടെ റിജക്ഷൻ ക്യാൻഡിൽ. എല്ലാവർക്കും മനസ്സിലായല്ലോ. അടുത്തത് നമ്മൾ വരുന്നത് റിജക്ഷൻ ക്യാൻഡിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ക്യാൻഡിലുള്ളത്? ഒരു എക്സ്പാൻഷൻ ക്യാൻഡിൽ. എക്സ്പാൻഷൻ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഇതിലെന്താ സംഭവിച്ചേ? ഇവിടെ ബോഡിക്കാണ് സൈസ് കൂടുതൽ അല്ലേ? ഇവിടെ എന്താണ്? ബോഡിക്കാണ് സൈസ് കൂടുതൽ. ഇതൊരു ബൈ പുഷ് ക്യാൻഡിലാണ്. അടുത്ത ക്യാൻഡിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് വെറുതെ അങ്ങ് എക്സ്പെക്റ്റീവ് അല്ല, നമ്മളുടെ ബോഡി ക്ലോസ് ഒക്കെ കിട്ടി, നമ്മുടെ ആ ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രം നമ്മൾ ഇതാവും. അതായത് ഒരു സീപ്പ് ക്യാൻഡിലാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ടേ ട്രേഡ് പ്ലേസ് ചെയ്യത്തുള്ളൂ, ബയാസ് നോക്കിയിട്ടാണ് നമ്മളെല്ലാം ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്യാൻഡിൽ കിട്ടിയാൽ ഇപ്പോൾ ഞാൻ നമ്മുടെ ഒരു അസംപ്ഷൻ അനുസരിച്ച് ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വരാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ നമ്മൾ ഇതിനാണെങ്കിൽ എവിടെ ആയിരിക്കും ട്രേഡ് കൂടുതൽ നടന്നിട്ടുണ്ടാവുക? ഇതിന് ബോഡിയിലാണ് കൂടുതൽ ട്രേഡ് നടന്നിട്ടുള്ളത് അല്ലേ? നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഇവിടെ സെല്ലേഴ്സ് ഉണ്ടെങ്കിലും ബയേഴ്സ് ഉണ്ടെങ്കിലും ഇവിടെ ഏറ്റവും കൂടുതൽ സൈസ് ബോഡിക്കാണ്. അപ്പോൾ നമ്മൾ എവിടെയാണ് ഇക്വിലിബ്രിയം വരയ്ക്കേണ്ടത്? നമ്മൾ ഇക്വിലിബ്രിയം വരയ്ക്കേണ്ടത് ബോഡിയിലാണ്. എവിടെയാണ് വരയ്ക്കേണ്ടത്? നമ്മൾ ബോഡിയിലാണ് ഇക്വിലിബ്രിയം വരയ്ക്കേണ്ടത്. അപ്പോൾ എന്താണ്? അടുത്ത ക്യാൻഡിൽ ഓപ്പൺ ആയിട്ട് ഇവിടെ എവിടെയെങ്കിലും ഓപ്പൺ ആയിട്ട് ഈ ഒരു ഏരിയയെ റെസ്പെക്ട് ചെയ്തിട്ട് മുകളിലേക്ക് ട്രേഡ് ആയാൽ മാത്രമേ എൻ്റെ സെറ്റപ്പ് വാലിഡ് ആവുള്ളൂ. ഇതിന് താഴേക്ക് വരത്തില്ലെന്ന് പറയുന്നില്ല. അതാണ് നമ്മൾ അടുത്ത സംസാരിക്കാൻ പോകുന്ന T-സ്പോട്ട്. ഇതിൻ്റെ താഴേക്ക് വരാം, പക്ഷേ ഒരു ഏരിയ ഓർ നമ്മളുടെ ഏതെങ്കിലും ഒരു POI മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് വീണ്ടും എനിക്കൊരു CIST തന്ന മാർക്കറ്റ് നമ്മളുടെ ഐഡിയൽ ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്ത് മുകളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ട്രേഡിനെ പറ്റി ചിന്തിക്കുന്നത്. ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ. പിന്നെ ഇത് ഇപ്പം നിങ്ങൾ ഇതിൽ ധൃതി കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. അതായത് ഇപ്പോൾ പ്രൈസ് ഇവിടെ ഇപ്പോൾ ഓപ്പണായി, ഇപ്പോൾ അടുത്ത നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ ഓപ്പണായി, നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇത് താഴേക്ക് വരുന്നത് ഇതിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടോ നോക്കുക. ഇതിലേക്ക് വന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റിൽ നോക്കിയാൽ മതി. 15 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. 15 മിനിറ്റിനാണല്ലോ നമ്മൾ കൂടുതലായിട്ട് അനലൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ 15 മിനിറ്റ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെ റെസ്പെക്ട് ചെയ്തൊരു CAST കിട്ടുന്നുണ്ടോ നമ്മൾ നോക്കിയാൽ മതി. അല്ലാതെ കൂടുതൽ ഇതാവുമൊന്നും വേണ്ട. മറ്റേ കേസിലും പറയുവാണെങ്കിൽ ഈ ഒരു റിജക്ഷൻ ബ്ലോക്ക് ഇത് എവിടെയെങ്കിലും ഈ പ്രൈസ് ഇതിന് താഴെയൊക്കെ ഓപ്പൺ ആയതിനു ശേഷം വരുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫുൾ ബോഡി വരയ്ക്കാം. ഓക്കെ, അതിന് പ്രൈസ് മുകളിലേക്ക് ട്രേഡ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ടൈമിൽ നിങ്ങളുടെ തിങ്കിങ് മാറ്റണം. നിങ്ങൾ റിജക്ഷൻ ബ്ലോക്കിൽ വരയ്ക്കുക, അല്ലെങ്കിൽ ഫുൾ ബോഡി ആയിട്ട് വരയ്ക്കുക. അപ്പോൾ നമ്മളെ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണോ എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ ഇത് ഡിസൈഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ള ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ചാർട്ടിൽ പോയിട്ട് ജസ്റ്റ് ഇത് ഇവിടെ എന്താണ്, എങ്ങനെയാണ് നമ്മൾ ഇതൊന്ന് വരയ്ക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാവേ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ പോകാവേ. നമ്മളെന്താണ് ഇവിടെ എനിക്ക് എന്താ കിട്ടിയത്? എനിക്ക് ഒരു C2 ക്ലോസ് കിട്ടി. ഓക്കെ, C2 ക്ലോസ് കിട്ടി. അതിനുശേഷം മാർക്കറ്റ് എന്താണ് അടുത്ത ക്യാൻഡിൽ ഒരു ബെയറിഷ് ക്യാൻഡിലായിട്ട് ക്ലോസ് ആയി. ഓക്കെ, അപ്പോൾ ഞാൻ എന്താണ് ഇതൊരു എക്സ്പാൻഷൻ ക്യാൻഡിലാണ്, ഇതൊരു റിജക്ഷൻ ക്യാൻഡിലല്ല, ഇതൊരു എക്സ്പാൻഷൻ ക്യാൻഡിലാണ്. നമുക്ക് ഓൾറെഡി നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ
എന്താ ചെയ്യേണ്ടത്? നമ്മൾ ബോഡി വരയ്ക്കുക. വരയ്ക്കുമ്പോഴത്തേ എന്താണ്, നമ്മുടെ ഇക്വിലിബ്രിയത്തിനെ റെസ്പെക്ട് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞു. നെക്സ്റ്റ് ക്യാൻഡിൽ എന്താണ്? അതൊരു എക്സ്പാൻഷൻ ക്യാൻഡിലാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ബോഡിയിലൊരു ഇക്വിലിബ്രിയം വരയ്ക്കുക. നമ്മുടെ ഇക്വിലിബ്രിയത്തിനെ റെസ്പെക്ട് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ക്യാൻഡിൽ ഓപ്പണായി, ഇതിൻ്റെ താഴെയാണോ ഓപ്പൺ ആയിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു റിജക്ഷൻ ക്യാൻഡിലായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ മുകളിലൊക്കെ ഇവിടെ അതായത് ഈ ഒരു ഓപ്പൺ പ്രൈസിൽ തന്നെ മാർക്കറ്റ് ഓപ്പൺ ആവുകയാണെങ്കിൽ മാത്രം നമുക്ക് റിജക്ഷൻ ബ്ലോക്ക് വരച്ചാൽ മതി. ഇത് ഇവിടെ താഴെ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിതിൻ്റെ ബോഡിയിൽ ഇക്വിലിബ്രിയം വരയ്ക്കണം. നമ്മളുടെ താഴത്തെ സെഷനിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് കിട്ടി. അടുത്ത ക്യാൻഡിൽ എന്താണ് വന്നിരിക്കുന്നത്? ഈ ഒരു ഹാഫിന് താഴെയാണ് ഓപ്പൺ ആയിരിക്കുന്നത്. ബോഡിയുടെ ഈ ഒരു ഹാഫിന് താഴെയാണ് ഓപ്പൺ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ ബോഡി വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബോഡി ഫുൾ വരയ്ക്കുന്നു. നമ്മുടെ ഇക്വിലിബ്രിയത്തിനെ റെസ്പെക്ട് ചെയ്ത് മാർക്കറ്റ് താഴെ വീണു. അടുത്ത നമുക്ക് അതൊരു എക്സ്പാൻഷൻ ക്യാൻഡിലാണ്. ഇത് 4 hour എന്തൊരു നൈസായിട്ടാണ് പോയിരിക്കുന്ന നമുക്ക് ട്രേഡ്. എപ്പോഴും ഇങ്ങനെ വരത്തില്ല. ഞാൻ ജസ്റ്റ് ആ ഒരു ലെഗിലും ഒരു കണ്ണ് നല്ലൊരു ലുക്ക് കണ്ടപ്പോഴത്തേക്ക് ഞാൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അത് റെസ്പെക്ട് ചെയ്ത് താഴെ വീണു. അടുത്ത ക്യാൻഡിൽ എന്താണ്? നമുക്ക് ഈ ക്യാൻഡിൽ ബോഡി വരയ്ക്കുന്നു. എവിടെ റെസ്പെക്ട് ചെയ്ത് താഴോട്ട് വീണിരിക്കുന്നത്? അത് നമ്മുടെ താഴത്തെ ഏരിയയിലാണ്. അടുത്ത ക്യാൻഡിൽ എന്താ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? ബോഡി ക്ലോസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ക്യാൻഡിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഗ്യാൻ ബോക്സ് വരയ്ക്കുന്നു. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? പ്രൈസ് ട്രേഡ് ചെയ്ത് ഹയർ ആയപ്പോഴത്തേക്ക് നമ്മളുടെ ഇവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ട്രേഡ് ഇവിടെ വെച്ച് ഇൻവാലിഡ് ആവുന്നു. ഈ ഒരു ക്യാൻഡിലിൽ നമുക്ക് ബുള്ളിഷ് ട്രേഡ് മാത്രമേ ഉള്ളൂ. അതെങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ബുള്ളിഷ് ആണെന്ന്? നമ്മളിവിടെ ഒരു ഐഡിയൽ ഫോർമേഷൻ കണ്ടിട്ടേ നമ്മൾ ട്രേഡിനകത്ത് കയറത്തുള്ളൂ എന്തൊക്കെയാണെങ്കിലും, അല്ലേ? അപ്പോൾ നമ്മൾ ഐഡിയൽ ഫോർമേഷൻ നോക്കുമ്പോൾ എന്താ, ഇതാ ട്രേഡ് ഹയറാണ്. അപ്പോൾ നമ്മുടെ മൈൻഡ് എങ്ങോട്ട് മാറി? ബുള്ളിഷ് ട്രേഡിലേക്ക് മാറി. ഓക്കെ, അപ്പോൾ നമുക്കത് കിട്ടി. ഇതൊരു റിജക്ഷൻ, ഇവിടെ നോക്കി, ഇതൊരു റിജക്ഷൻ ക്യാൻഡിലാണ് അല്ലേ? ഇതൊരു റിജക്ഷൻ ക്യാൻഡിലാണ് അല്ലേ? ഇതൊരു റിജക്ഷൻ ക്യാൻഡിൽ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരു സെല്ലർ ക്യാൻഡിൽ, ഇതൊരു ബയർ ക്യാൻഡിൽ അല്ലേ? നമുക്ക് ഓൾറെഡി കിട്ടിയത് ഇതൊരു ബയർ ക്യാൻഡിലാണ്. ഇതിൻ്റെ മുകളിലാണ് ഇതെങ്കിലും നമുക്ക് ഒരു ബൈ ആണ് നമുക്ക് ആവശ്യമുള്ളത് അല്ലേ? നമുക്കൊരു ബൈ ആണ് ആവശ്യമുള്ളത്. ബൈ ആണെങ്കിൽ നമ്മൾ എവിടെയാണ് വരയ്ക്കേണ്ടത്? അത് ഞാൻ മറ്റേതിനകത്ത് പറയാൻ വിട്ടുപോയി. അതായത് ബൈ ആണെങ്കിൽ നമ്മൾ താഴത്തെ വിക്കിലും കാരണം സെല്ലേഴ്സ് എവിടെ ഉള്ളത്? സെല്ലേഴ്സ് ഉള്ളത് മുകളിലും ബയേഴ്സ് ഉള്ളത് താഴെയാണ്. അപ്പം ബൈ ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമ്മൾ എവിടെ വരയ്ക്കണം? ഒരു റിജക്ഷൻ ഇവിടെ വരണം. റിജക്ഷൻ എന്നാൽ മാത്രമേ ഈ റിജക്ഷൻ ക്യാൻഡിൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. നമുക്കിതൊരു ഫുൾ ബോഡി ക്യാൻഡിലായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മളിവിടെ ഫുൾ ബോഡി ക്യാൻഡിലായിട്ട് വരയ്ക്കുന്നു. ഇവിടെ കിട്ടിയോ? അതായത് ഈ ഒരു ക്യാൻഡിൽ കണ്ടോ? അല്ലെങ്കിൽ പോട്ടെ, ഞാൻ വേറെ ഒരു എക്സാമ്പിൾ വെച്ചാൽ ഇവിടെ നിന്ന് നല്ല റിജക്ഷൻ ഇല്ല. ഓക്കെ, ഇത് പകുതിയുള്ളെന്ന് വിചാരിച്ചു. ഇതൊരു റിജക്ഷൻ ക്യാൻഡിൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വരയ്ക്കാം. എപ്പോഴും ബൈ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് മാത്രമേ നമ്മൾ ബൈ ചെയ്യത്തുള്ളൂ. റിജക്ഷൻ ക്യാൻഡിലാണെങ്കിൽ സെല്ല് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ സെല്ല് ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇത് ബോഡിയാണ് വരച്ചത്. ഓക്കെ, അപ്പോൾ ബോഡി വരച്ചു. പക്ഷേ എന്താ പറ്റുക? മാർക്കറ്റ് ഇതിന് മുകളിൽ റെസ്പെക്ട് ചെയ്തില്ല. മുകളിൽ റെസ്പെക്ട് ചെയ്യാതെ നേരെ താഴോട്ട് പോയി. ട്രേഡ് വാസ് ഇൻവാലിഡ്. ഇനിയും പ്രൈസ് ഹയർ ആയെങ്കിൽ മാത്രമേ നമ്മൾ ഒരു ബൈ പുഷ് നോക്കുന്നുള്ളൂ. ഇവിടുന്ന് തന്നെ നമ്മുടെ ട്രേഡ് ഇൻവാലിഡായി, നമ്മൾ ആ ട്രേഡിൽ നിന്ന് മാറിയിരുന്നു. നമുക്ക് SL അടിക്കില്ല. അപ്പോൾ അത് പോട്ടെ. അടുത്ത 4 hour ക്യാൻഡിൽ, ഒരു 4 hour ക്യാൻഡിൽ മിസ്സായി കഴിഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞത്? അടുത്ത 4 hour ക്യാൻഡിൽ ക്ലോസ് ആകുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്യാൻഡിൽ ഉണ്ടായി. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ EQ വരയ്ക്കുക. നമ്മുടെ മുകളിലത്തെ ഏരിയ റെസ്പെക്ട് ചെയ്തോർ നമ്മുടെ ഇക്വിലിബ്രിയത്തെ റെസ്പെക്ട് ചെയ്ത മാർക്കറ്റ് മുകളിലേക്ക് ട്രേഡായി. ഇവിടെ ട്രേഡായി. നമ്മളിവിടെ ഒരു ട്രേഡ് പ്ലേസ് ചെയ്താൽ മാർക്കറ്റിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ട്രേഡ് പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇക്വിലിബ്രിയം. നിങ്ങൾ ജസ്റ്റ് മാർക്കറ്റിൽ ഇങ്ങനെ വരച്ച് തറവാകുന്നത് വരെ വരയ്ക്കുക. ഈ
EQ എന്ന് പറയുന്ന പരിപാടി നമ്മളുടെ കുറേ അധികം SLസിനെ ഒഴിവാക്കി തരും. നമ്മൾ ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്താലും നിങ്ങളൊരു 4 ക്യാൻഡിൽ EQ വരച്ചിട്ട് അതിൻ്റെ ഒരു മുകളിലത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ബൈക്ക് സെലക്ട് ചെയ്യും, താഴത്തെ ഏരിയ നമ്മൾ സെല്ലിന് സെലക്ട് ചെയ്യുവാണെങ്കിൽ ചെയ്താൽ വിൽ അത് നിങ്ങളുടെ ട്രേഡിങ്ങിൻ്റെ വ്യൂ തന്നെ മാറ്റും. ഇപ്പം ഇതിൽ കൺഫ്യൂഷൻസ് എല്ലാം ഒഴിവായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തന്നെ വരച്ചു നോക്കുക. നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ റിജക്ഷൻ ക്യാൻഡിൽസ് ഏതെങ്കിലും ഉണ്ടോ നോക്കാം. ഇതൊന്നും സെല്ലർ റിജക്റ്റ് ക്യാൻഡിൽ അല്ല, സെല്ലേഴ്സ് ഇല്ലേ, മുഴുവൻ ബയേഴ്സ് മാത്രമേ ഉള്ളൂ. അതായത് ഒരു സെല്ലേഴ്സ് റിജക്ഷൻ ക്യാൻഡിലാണ്, പക്ഷെ അത് പ്രൈസ് താഴെ ഓപ്പൺ ആയിരിക്കും. പ്രൈസ് എപ്പോഴും ഇവിടെ ഈ റിജക്ഷൻ ക്യാൻഡിൽ വരുവാണെങ്കിൽ പ്രൈസ് നമ്മൾ ഇവിടെ ഓപ്പൺ ആയെങ്കിലേ നമ്മളതിനെ റിജക്ഷൻ ഈ ഒരു EQ മാർക്ക് ചെയ്താൽ മതി. ഇതേപോലെ ഇവിടെ താഴെയൊക്കെയാണ് ഓപ്പൺ ആവുന്നത്, നമുക്ക് ഫുൾ ബോഡി തന്നെ വരയ്ക്കാം. കാരണം എന്തോ ഇതിനിയും ട്രേഡായി പോകാൻ ഒരുപാട് സ്ഥലമുണ്ട്. അപ്പോൾ എവിടേക്കാണ് ട്രേഡായി പോകുന്നത് നമ്മൾ നോക്കുക. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പം നിങ്ങൾ ജസ്റ്റ് ലൈവ് മാർക്കറ്റ് ഇത് വരച്ച് നോക്കി എക്സ്പീരിയൻസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഇങ്ങനെ ഇരുന്ന് വരയ്ക്കുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് തോന്നും. പക്ഷെ നമ്മൾ അത്യാവശ്യം നല്ല പേഷ്യൻസ് വേണം. നമ്മൾ 15 മിനിറ്റിലൊക്കെ ആയിരിക്കും നോക്കുന്നത്. ഇങ്ങനൊരു സാധനം വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നല്ലൊരു ഐഡിയൽ ഫോർമേഷൻ വരാൻ വേണ്ടി തന്നെ നിങ്ങളൊരു 1.5 മണിക്കൂർ കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ നല്ല പേഷ്യൻസ് ഉള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള പരിപാടിയാണ്. അതിന് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ EQവിൽ ഞാനൊരു അലർട്ട് കൊടുക്കും. അല്ലെങ്കിൽ EQവിൻ്റെ താഴെ EQവിൻ്റെ 50% ഓർ 75 ഇതിനെ നമുക്ക് ഇതിങ്ങനെ ഡിവൈഡ് ചെയ്യാമല്ലോ. അതായത് ഇതൊരു 50% ആണെങ്കിൽ ഇതൊരു 25%, ഞാൻ ഈ 25%-ലൊരു അലർട്ട് കൊടുക്കും. അപ്പോൾ മാർക്കറ്റ് എന്താണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയാൻ പറ്റും. അപ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞിട്ടുള്ള മൂവ്മെൻറ്റ് എന്താണ് ഞാൻ നോക്കും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇവിടെ മേളിലോട്ടാണ് ഞാൻ നോക്കുന്നതെങ്കിൽ ഒരു 70%-ൽ ഞാനൊരു അലർട്ട് കൊടുക്കും. ഇവിടെ മാർക്കറ്റ് വന്നിട്ട് ഓർ എവിടെയെങ്കിലും മാർക്കറ്റ് നിങ്ങൾക്കൊരു പോയിന്റ്, കാരണം മാർക്കറ്റിൽ നമ്മൾ 24 മണിക്കൂർ നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു മോസ്റ്റ് പ്രോബബിളി മാർക്കറ്റ് ഒരു 25%-ലെങ്കിലും വന്നിട്ടേ മാർക്കറ്റ് താഴോട്ട് പോകത്തുള്ളൂ. ഇവിടെ റെസ്പെക്ട് ചെയ്തില്ലെങ്കിൽ ഇവിടം വരെയെങ്കിലും വന്നിട്ടേ മാർക്കറ്റ് താഴോട്ട് പോകുള്ളൂ. നമ്മൾ അവിടെ കൊടുത്താൽ നമുക്കൊരു സെറ്റപ്പ് കിട്ടും. നിങ്ങൾ മാക്സിമം ഇത് വർക്കൗട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ മാക്സിമം ഒന്ന് വരച്ച് തന്നെ EQ ചെയ്യുക. നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ കുറേ പേര് വരച്ച് നല്ല ഇതായിട്ട് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ട്രേഡ് എടുക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഉണ്ട് കമ്മ്യൂണിറ്റിയിൽ. നമ്മുടെ EQ ബേസ് ചെയ്തിട്ട് അവരുടെ തന്നെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമ്മ്യൂണിറ്റിയെ പറയുക നമ്മുടെ EQ കൊണ്ട് ഉണ്ടായ ബെനിഫിറ്റ്സ് എന്താണ്. ഓൾറെഡി എനിക്ക് കുറേ മെസ്സേജസ് വന്നിട്ടുണ്ട്. അപ്പം കേൾക്കുന്നതിൽ ഭയങ്കര ഒരു ഹാപ്പിയുണ്ട്. വരച്ചിട്ട് ഇതാണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു സെപ്പറേറ്റ് ഒരു EQയുടെ വീഡിയോ തന്നെ ചെയ്തത്. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിലേക്ക് ട്രേഡ് ആയാൽ, അതായത് ഇതിൻ്റെ മുകളിലേക്ക് ട്രേഡ് ആയാൽ എവിടം വരെ വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ T-Spot നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് അതും കൂടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ.